ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് റൈസ് വെച്ചിട്ട് ഒരു റെസിപ്പി തയ്യാറാക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഞാനിങ്ങനെ ബോണില്ലാത്ത പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോണുള്ള പീസ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ചിക്കൻ സ്റ്റോക്ക് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ മാറ്റി വെച്ച ബോൺലെസ് ചിക്കനിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. ഈ പോട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഒന്ന് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ ഓയിലിലേക്ക് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു സവാള, കുറച്ച് ക്യാരറ്റ്, ഒരു കൈപ്പിടി സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ക്യാപ്സിക്കം 2 കളർ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബസുമതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ബസുമതി റൈസ് നേരത്തെ തന്നെ കഴുകി വെള്ളമെല്ലാം വാർന്നു പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റൈസ് മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മുടെ റൈസ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മസാലയിൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ചൂടോടെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണക്കിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ റൈസ് വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക.
ചിക്കൻ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you all. Assalamu alaikum.